ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡയറ്റ് ചെയ്യുന്നവർക്കും പ്രത്യേകിച്ചും നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും വയറൊന്ന് ക്ലീൻ ആകാനും ദഹനം മെച്ചപ്പെടുത്താനും നല്ല ഗട്ട് ഹെൽത്തിനും തയ്യാറാക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ പ്രോബയോട്ടിക് ബൗളാണ്. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് മീലായിട്ടോ ലൈറ്റ് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഫുഡ് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അരക്കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലൈറ്റായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഓട്സ് ഡയറക്റ്റ് കഴിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സോക്ക് ചെയ്തോ കഴിക്കാവുന്ന. ഓട്സിൽ ഹൈ ഫൈബർ ഉള്ളതിനാൽ ഡൈജഷൻ സ്മൂത്ത് ആക്കാനും ബ്ലോട്ടിംഗ് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത ഓട്സ് ഇനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ്സിൽ പ്രോട്ടീനും ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും സ്റ്റൊമക്ക് ഒന്ന് ക്ലീൻ ആക്കാനും ബോഡി ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും വെയിറ്റ് കൺട്രോളിനും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഒരാൾക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ഡെയിലി കഴിക്കാവുന്നതാണ്. അതിൽ കൂടാനും പാടില്ല. കൂടെ തന്നെ 1/4 കപ്പ് യോഗേർട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യോഗേർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. അതുമല്ലെങ്കിൽ പുളി കുറഞ്ഞ നല്ല കട്ട തൈരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. യോഗേർട്ടിൽ നാച്ചുറൽ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ളതിനാൽ വയറിലെ നല്ല ബാക്ടീരിയ ഫോം ചെയ്യാനും ഡൈജഷൻ സ്മൂത്ത് ആക്കാനും വയറൊന്ന് ക്ലീൻ ആക്കാനും ഇത് ഡെയിലി കഴിക്കുന്നത് വളരെയധികം നല്ലതുമാണ്. ആവശ്യത്തിന് ഉപ്പും മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അടുത്ത ദിവസം മോർണിംഗ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിയ ഓട്സ് കേട് നന്നായി തന്നെ കുതിർന്നു വന്നിട്ടുണ്ട്. നന്നായി സോക്ക് ചെയ്ത ചിയ ഓട്സിലേക്ക് വയറൊന്ന് തണുപ്പിക്കാനും റിഫ്രഷിങ്ങിനും ഹൈഡ്രേഷൻ കിട്ടാനുമായിട്ട് പകുതി ചോപ്ഡ് ക്യൂക്കമ്പർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പ സ്വീറ്റ്നെസ്സിനായിട്ട് കുറച്ച് പൊമഗ്രാനേറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ചിയ ഓട്സ് കേട് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാനായിട്ട് പെട്ടെന്നൊരു തട്ക തയ്യാറാക്കാം. ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിലും കടുകും അല്പം ഹെൽത്തി ഫാറ്റ്സിനായിട്ട് കുറച്ച് പീനട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പീനട്ട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്യൂസും എടുക്കാവുന്നതാണ്. ഇനി ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തയ്യാറാക്കിയ തട്ക നമ്മുടെ ഓട്സ് കേർഡ് ബൗളിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചും ഒപ്പം ഗട്ട് ഫ്രണ്ട്ലിയുമായിട്ടുള്ള നമ്മുടെ ഓട്സ് യോഗേർട്ട് ബൗളിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ആരോഗ്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് പ്രോബയോട്ടിക് ഫുഡ് കൂടിയാണ്. പ്രോബയോട്ടിക് സീരീസിൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.